ഹായ് നമസ്കാരം. ജർമ്മനി അപ്പോയിന്റ്മെന്റുകൾ ഇപ്പോൾ ഓപ്പൺ ആണോ? ഏതൊക്കെ അപ്പോയിന്റ്മെന്റുകളാണ് നമുക്ക് ലഭിക്കുന്നത്? ഇതിന്റെ ഒരു ലൈവ് ഡെമോൺസ്ട്രേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. നമ്മൾ ഗൂഗിൾ സെർച്ചിലേക്ക് പോവുക. ജർമ്മനി അപ്പോയിന്റ്മെന്റ് എന്ന് കൊടുക്കുക. അപ്പോയിന്റ്മെന്റ് എന്ന് കൊടുത്തു കഴിയുമ്പോൾ visa.vfsglobal.com ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. അതിൽ ബുക്ക് നൗ കൊടുക്കുക. ബുക്ക് നൗ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ലോഗിൻ ചെയ്യുക. ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ ഡാഷ്ബോർഡിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് പോകും. സ്റ്റാർട്ട് ബുക്കിംഗ് കൊടുക്കുന്നു. ബുക്കിംഗ് കൊടുത്തിട്ട് നിങ്ങളുടെ വിസ ആപ്ലിക്കേഷൻ സെന്റർ ചൂസ് ചെയ്യുക. ഞാനിപ്പോൾ ആദ്യം ചൂസ് ചെയ്യുന്നത് കൊച്ചിനാണ്. കൊച്ചിൻ ചൂസ് ചെയ്തതിന് ശേഷം നമുക്കൊരു അപ്പോയിന്റ്മെന്റ് കാറ്റഗറി എടുത്തു നോക്കാം. എംപ്ലോയ്മെന്റ് കാറ്റഗറി എടുത്തു. എംപ്ലോയ്മെന്റ് കാറ്റഗറിയിൽ ബേസിക് ഓർ അഡ്വാൻസ്ഡ് ഇൻ കമ്പനി സ്കൂൾ ബേസ്ഡ്, ഇത് ഹൗസ് ബിൽഡിങ്ങിന്റെ കാറ്റഗറിയാണ് വരുന്നത്. ഞാനിതൊന്ന് എടുത്തു നോക്കുന്നുണ്ട്. യെസ്, വി ആർ സോറി, നോ അപ്പോയിന്റ്മെന്റ് സ്ലോട്ട്സ് ആർ കറന്റ് അൺഅവൈലബിൾ. ആ അപ്പോയിന്റ്മെന്റ്സ് ഇപ്പോൾ നിലവിൽ ഈ ഒരു കാറ്റഗറിക്ക് അവൈലബിൾ അല്ല. ഞാൻ വേറൊരു കാറ്റഗറിയും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഓപ്പർച്യൂണിറ്റി കാർഡ് നോക്കാം. യെസ്, ഓപ്പർച്യൂണിറ്റി കാർഡിനും അവൈലബിൾ അല്ല. അതുപോലെ തന്നെ ഈ സെർച്ച് ഫോർ എ വൊക്കേഷണൽ ട്രെയിനിങ് പ്ലേസ്, ഇത് വൊക്കേഷണൽ ട്രെയിനിങ് പ്ലേസ് സെർച്ച് ചെയ്യാനായിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. 6.1 അത് അവൈലബിൾ ആണ്. പക്ഷെ ഇത് ഹൗസ് ബിൽഡിംഗ് വിസയ്ക്ക് പോകുന്നവർക്ക് ഈ ഒരു കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ സ്കിൽഡ് വർക്കർ വിത്ത് വൊക്കേഷണൽ ട്രെയിനിങ് ഡിഗ്രി 18A കാറ്റഗറി, എസ് 18A കാറ്റഗറി അവൈലബിൾ ആണ്, സ്കിൽഡ് വർക്കർ വിത്ത് വൊക്കേഷണൽ ട്രെയിനിങ് എന്നുള്ളത്. അതുപോലെ നമുക്ക് ഒരു കാറ്റഗറിയും കൂടെ നോക്കാം, നേഴ്സസിന്റെ ഒരു കാറ്റഗറി. എംപ്ലോയ്മെന്റ് ആസ് എ പാർട്ട് ഓഫ് ആൻ എഗ്രിമെന്റ് എന്നുള്ളത്. യെസ്, ഇതിനും അവൈലബിൾ ആണ്. ജോബിന് പോകുന്നവർക്ക് നിങ്ങൾക്കൊരു കോൺട്രാക്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കാറ്റഗറിയിൽ എടുക്കാവുന്നതാണ്. ഇതിന് 14-ാം തീയതി അവൈലബിൾ ആണ്. നമ്മളിപ്പോ കൊച്ചിയിലാണ് നോക്കിയത്. നമുക്ക് ഇനി ബാംഗ്ലൂരും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാംഗ്ലൂർ ജർമ്മനി വിസ ആപ്ലിക്കേഷൻ സെന്റർ ചൂസ് ചെയ്യുന്നു. എംപ്ലോയ്മെന്റ് ചൂസ് ചെയ്യുന്നു. അതിനുശേഷം സബ് കാറ്റഗറിയിൽ ഹൗസ് ബിൽഡിങ്ങിന്റെ കാറ്റഗറിയാണ്. ഹൗസ് ബിൽഡിങ്ങിന്റെ നിലവിൽ അവൈലബിൾ അല്ല. വി ആർ സോറി ബട്ട് നോ അപ്പോയിന്റ്മെന്റ് സ്ലോട്ട്സ് ആർ കറന്റ് അവൈലബിൾ. കറന്റ് സ്ലോട്ട്സ് ഒന്നും അവൈലബിൾ അല്ല എന്നാണ് പറയുന്നത്. നമുക്ക് വേറെ ഒരു എംപ്ലോയ്മെന്റ് ആസ് എ പാർട്ട് ഓഫ് എ പ്ലേസ്മെന്റ് എഗ്രിമെന്റ്, കോൺട്രാക്ട് കിട്ടിയിട്ട് ജോബിനൊക്കെ നോക്കുന്നവരാണ്, എംപ്ലോയ്മെന്റ് കാറ്റഗറിയിൽ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണിത്. ഇതിന് അവൈലബിൾ ആണ്. ഓപ്പർച്യൂണിറ്റി കാർഡ് കൂടി നോക്കാം. ഓപ്പർച്യൂണിറ്റി കാർഡിനും ഡേറ്റ്സ് അവൈലബിൾ അല്ല. പിന്നെ ഉള്ളത് നമുക്ക് പിന്നെ നോക്കാവുന്ന ഒരു കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ കാർഡും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബ്ലൂ കാർഡിന് അവൈലബിൾ ആണ്. 6.1 ബ്ലൂ കാർഡിന് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എനി അതർ എംപ്ലോയ്മെന്റ് കാറ്റഗറിയും കൂടെ നോക്കാം. എനി അതർ കാറ്റഗറിയിലും സ്ലോട്ട്സുകൾ അവൈലബിൾ അല്ല. സോ നിങ്ങൾ CSP പോർട്ടൽ വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റുകളാണ്, ലൈവ് ആണ് ഞാനിപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. താങ്ക് യു.